ജയസൂര്യൻ ചേട്ടാ, നമ്മുടെ വയനാട് നിന്ന് വളരെ ദാരുണമായ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഒരു അച്ഛനും മകനും ആത്മഹത്യ ചെയ്തു. രണ്ടുപേരും നിസ്സാരക്കാരല്ല. അച്ഛൻ കോൺഗ്രസിൻ്റെ വയനാട് ജില്ലാ ട്രഷററാണ്, എം വിജയൻ. ഈ വിഷയം കേരളത്തിൽ മുഴുവനും കുറച്ച് ദിവസമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വയനാട്ടെ മുൻ പി, ഇപ്പോഴത്തെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, നിലവിലെ പിയുമായ അദ്ദേഹത്തിൻ്റെ സഹോദരി പ്രിയങ്ക വാദ്രെ ഈ വിഷയം അറിഞ്ഞ മട്ടില്ല. അവർ ഇതുവരെ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് അവർ പ്രതികരിക്കാതിരിക്കുന്നത്? അവരുടെ നിശബ്ദത ഒരുപക്ഷെ മൗനസമ്മതമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അവരുടെ മണ്ഡലത്തിൽ നടന്നതാണ് ഈ രണ്ട് ആത്മഹത്യയും. ഈ രണ്ടുപേരും, അതായത് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാവിന്റെ സഹോദരിയും കോൺഗ്രസ് പാർട്ടിയുടെ അഖിലേന്ത്യാ തലത്തിലെ ഏറ്റവും ഉന്നതരായ നേതാക്കളാണ്. അവരവിടുത്തെ പിയും മുൻ പിയുമാണ്. സത്യത്തിൽ സംഭവിച്ചത് എന്താണ് എന്നുള്ളത് ആത്മഹത്യാ കുറിപ്പിൽ അദ്ദേഹം വളരെ വിശദമാക്കി എഴുതിയിട്ടുണ്ട്. വർഷങ്ങൾ നീണ്ടു നിന്ന അഴിമതി കഥകളും മറിഞ്ഞ കോടികളും കണക്ക് കൃത്യം അദ്ദേഹം അവതരിപ്പിച്ചിട്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത്. അതോടൊപ്പം അദ്ദേഹത്തിന്റെ മകനും ആത്മഹത്യ ചെയ്യുന്നത്. ഇവിടെ ഇതിനെ അടിവരയിടുന്ന ഒരു കാര്യമാണ്, നിലവിലുള്ള സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണൻ ഒളിവിൽ പോയിരിക്കുന്നു. നിലവിലുള്ള DCC പ്രസിഡന്റ് ND അപ്പച്ചൻ ഒളിവിൽ പോയിരിക്കുന്നു. മുൻ DCC ട്രഷറർ എന്ന് പറഞ്ഞാൽ ഈ പൈസ അന്ന് കൈകാര്യം ചെയ്തയാള് KK ഗോപിനാഥൻ ഒളിവിൽ പോയിരിക്കുന്നു. അങ്ങനെ ഉന്നതരായിട്ടുള്ള ആ ജില്ലയിലെ മുഴുവൻ നേതാക്കന്മാരും ഒളിവിൽ പോയിട്ടും ഒളിവിൽ പോകാത്ത അവിടുത്തെ മുൻ MP ഈ വിഷയത്തിന് യാതൊരു തരത്തിലുള്ള കമന്റും ചെയ്യുന്നില്ല. അവര് കേവലം മുൻ MP എന്ന് മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിയുടെ അഖിലേന്ത്യാ തലത്തിലെ അത്യുന്നതരായിട്ടുള്ള നേതാക്കളുമാണ്. അതുപോലെ തന്നെ കേരളത്തിലെ നേതൃത്വവും ഇരുട്ടിൽ തപ്പുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഊരാകുടുക്കിൽപ്പെട്ടിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി. ഇതിനെ കൈകാര്യം ചെയ്യാൻ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് കഴിയാതെ പോയത് എന്തുകൊണ്ടെന്ന് ഇപ്പോൾ വ്യക്തമാണ്. അതായത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ കണ്ണടച്ചു കൊടുത്തത് കൊണ്ടാണ് ഈ അഴിമതികൾ അവിടെ നടന്നത്. കാരണം കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് അവിടെ കോൺഗ്രസ് MP ഉണ്ട്, അഖിലേന്ത്യാ നേതൃത്വമുണ്ട്. അവരുടെ കൺമുമ്പിലും മൂക്കിന് മുമ്പിലും കാൽ കീഴിലുമാണ് ഇതൊക്കെ സംഭവിച്ചത്. വേണമെങ്കിൽ അവർക്ക് ഇതൊക്കെ നേരെയാക്കാമായിരുന്നു, തടയാമായിരുന്നു. അപ്പൊ അഴിമതിക്ക് മൗനം കൊണ്ട് അനുവാദം കൊടുത്തും പ്രോത്സാഹനം കൊടുത്തും അവിടുത്തെ DCCയെ അഴിമതി കൂമ്പാരമാക്കി മാറ്റിയതിൽ ഈ പറയുന്ന രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ധാർമ്മികമായി തെറ്റുകാരാണ്, പ്രതികളാണ് എന്ന് തന്നെ പറയാം. അതുകൊണ്ടായിരിക്കും അവർ മൗനത്തിൽ പോയത്. പക്ഷേ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഇത്തരമൊരു ഭീകരമായ കോടാനുകോടി രൂപയുടെ അഴിമതി, അതും ഏതാണ്ട് 20-ലും 30-ലധികം ആൾക്കാരെ നിയമിച്ച നിയമനത്തിന്റെ അഴിമതി, വിശ്വാസവഞ്ചന, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് CPM-ഓ BJP-യോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റോ അല്ല. നിലവിലുള്ള DCC ട്രഷററാണ്, കണക്ക് സഹിതം, അക്കൗണ്ട്സ് സഹിതം, ഇല്ലെങ്കിൽ ഇല്ലാത്ത അക്കൗണ്ട് എങ്ങനെ കൈകാര്യം ചെയ്തു എന്നതിന്റെ തെളിവ് സഹിതം അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്നു. മാത്രമല്ല, അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകനും നിലനിൽക്കാൻ നിർവാഹമില്ലാതെ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു എന്ന് പറയുമ്പോൾ കോൺഗ്രസ് പാർട്ടി ആരുടേതാണ്? അഴിമതിക്കാരുടെയും കൊള്ളക്കാരുടെയുമാണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയങ്കയും രാഹുലും ഈ രാജ്യത്തെ ഏറ്റവും വലിയ കൊള്ളക്കാരാണ് എന്ന് മൗനം സമ്മതം എന്ന നിലയിൽ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. താഴെത്തട്ടിലെ ജില്ലാ നേതാക്കൾ നടത്തുന്ന ഇത്തരം ചില പ്രവൃത്തികൾ, അല്ലെങ്കിൽ അവരുടെ വീഴ്ചകൾ, അവരുടെ കുഴപ്പങ്ങൾ, അതിന് അഖിലേന്ത്യാ നേതൃത്വം എങ്ങനെ മറുപടി പറയും? അവരെ ഇതുമായിട്ട് നമ്മൾ ബന്ധിപ്പിക്കുന്നത് ശരിയാണ്? അത് തെറ്റല്ലേ? അത് അവരുടെ ട്രാക്ക് റെക്കോർഡ് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ സോണിയാഗാന്ധിയുടെ അവസ്ഥ എന്താ? അവര് കേസിൽ പ്രതിയാണ്. കേസിൽ പ്രതിയായിട്ട് അവർ ജാമ്യമെടുത്താണ് നടക്കുന്നത്. അവരുടെ അഴിമതി എത്ര കോടാനുകോടി രൂപയുടെ അഴിമതിയാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ അഴിമതി നിസ്സാരമായി കാണാം. പക്ഷേ അഴിമതിയിലൂടെ തന്നെ ഒരു വലിയ പത്രസ്ഥാപനത്തെ മറയാക്കിക്കൊണ്ട് 100 കണക്കിന് കോടി രൂപ സ്വന്തം കുടുംബത്തിലേക്ക് അടിച്ചു മാറ്റിയതിന്റെ പേരിൽ ഇപ്പോൾ കോടതിയിൽ കുറ്റക്കാരെന്ന് കണ്ട് കോടതി അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരിക്കുന്നവരാണ് ഈ പറയുന്ന സോണിയാഗാന്ധിയും അവരുടെ അനുചരന്മാരും ഒക്കെ. അവർ നേതൃത്വം കൊടുക്കുന്ന, അവരുടെ മക്കൾ നേതൃത്വം കൊടുക്കുന്ന പാർട്ടി എന്ന് പറയുമ്പോൾ അഴിമതിയുടെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് അവരെ യാതൊരു വിധത്തിൽ ഇപ്പോൾ സംശയിക്കേണ്ടതില്ല. കാരണം അവർ
നിയമത്തിന് മുമ്പാകെ, കോടതിയുടെ മുമ്പാകെ കുറ്റവാളികളായി വിചാരണ നേരിടുമ്പോൾ ഭാഗ്യത്തിന് ജാമ്യം കിട്ടിയത് കൊണ്ട് പുറത്തിറങ്ങി നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നാളെ ഇവരും അകത്ത് പോവുകയാണ്. അപ്പോൾ വയനാട്ടിലെ നേതാക്കന്മാരാണോ അതോ സോണിയയും കുടുംബവുമാണോ ആദ്യം അകത്ത് പോകുന്നത് എന്നുള്ളത് കോടതി തീരുമാനിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ IC ബാലകൃഷ്ണൻ തുടങ്ങിയ, അദ്ദേഹം MLA ആണ്, തുടങ്ങിയ നേതാക്കൾ ഒളിവിൽ പോയിരിക്കുമ്പോൾ നമ്മുടെ ദുരൂഹത വർദ്ധിക്കുന്നുണ്ട് കേസിൻ്റെ. പക്ഷേ അതുകൊണ്ട് അവരെ കാരണമാണ്, അല്ലെങ്കിൽ അവരുടെ ഭീഷണി മൂലമാണ് ഈ അച്ഛനും മകനും ആത്മഹത്യ ചെയ്തത് എന്ന് വരുമോ? കാരണം ഇവർ രണ്ടുപേരും ക്രമക്കേടുകൾക്ക് നേതൃത്വം നൽകി എന്ന ആക്ഷേപവും വളരെ ശക്തമാണ്. അപ്പോൾ നമുക്ക് ഈ ജില്ലാ നേതാക്കളെ നേരിട്ടങ്ങ് ഇതുമായിട്ട് ബന്ധിപ്പിച്ച് കുറ്റപ്പെടുത്താൻ സാധിക്കുമോ? അതല്ലായിരുന്നുവെങ്കിൽ ജില്ലാ നേതൃത്വം, അതുപോലെ അഖിലേന്ത്യാ നേതൃത്വം അഥവാ സംസ്ഥാന നേതൃത്വം പറയേണ്ടിയിരുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ DCC പ്രസിഡന്റ് അടക്കമാണല്ലോ ഒളിവിൽ പോയത്. DCC പ്രസിഡന്റ് പത്രസമ്മേളനം വിളിച്ചു കൂട്ടി ജനങ്ങളോട് പറയണമായിരുന്നു, ഞങ്ങൾ ഇതിനെ നിഷേധിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ഇതിനെ അംഗീകരിച്ചുകൊണ്ട് ഇന്ന ആൾക്കാർക്കെതിരെ നടപടിയെടുക്കും എന്ന് പറയണമായിരുന്നു. അത് പറഞ്ഞിട്ടില്ല. അപ്പൊ തള്ളിയിട്ടുമില്ല, കൊണ്ടിട്ടുമില്ല. അതാണ് സംശയം ഉണ്ടാകുന്നത്. മാത്രമല്ല, അവർ സംസ്ഥാനത്ത് ഇല്ല, സംസ്ഥാനം വിട്ട് ഒളിവിൽ പോവുകയും ചെയ്തു. എന്തിനാണ് ഒളിവിൽ പോകുന്നത്? സത്യസന്ധരാണെങ്കിൽ ധീരമായി രംഗത്തേക്ക് വന്നിട്ട് ഏത് നിയമ നടപടിയെയും നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്, സത്യം തെളിയിക്കുന്നത് വരെ ഞങ്ങൾ പോരാടും എന്നല്ലേ പറയേണ്ടത്. ഇവര് ഗാന്ധിയന്മാരാണെന്നല്ലേ പറയുന്നത്, ഇവര് കോൺഗ്രസ്സുകാരാണെന്നല്ലേ പറയുന്നത്. പക്ഷേ ആ കോൺഗ്രസ്സുകാരുടേതായ യാതൊരു പ്രതികരണവും ഇവരിൽ നിന്നും ഉണ്ടാകാതെ വരുമ്പോൾ കള്ളന്മാരുടെ പ്രതികരണമാണ് വന്നിരിക്കുന്നത്, കൊള്ളക്കാരുടെ പ്രതികരണമാണ് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ കേസിൽ ഇവരെ ഇതുവരെ അറസ്റ്റിലായിട്ടില്ല. ഈ സർക്കാർ ഇവരോട് ഈ അറസ്റ്റ് ഒഴിവാക്കി കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നേടുന്നതിന് വേണ്ടുന്ന ഒരു സാഹചര്യം ഒരുക്കുന്നതായി, ഒത്തുകളിക്കുന്നതായി തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഒത്തുകളിക്കുന്നതായിട്ട് വളരെ വ്യക്തമാണ്. കാരണം ഈ അഴിമതി പുകയാൻ തുടങ്ങിയത് കുറെ കാലമായി. ഇത് വയനാട് ജില്ലയിൽ അതിന് പുറത്തും അറിയാത്ത ആരുമില്ല. വേണമെങ്കിൽ ഇക്കാര്യത്തിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ട് കൃത്യമായി സർക്കാരിന് ഇടപെടാമായിരുന്നല്ലോ. സർക്കാരിന്റെ പോലീസുണ്ട്, രഹസ്യാന്വേഷണ സംവിധാനങ്ങളുണ്ട്. അതൊന്നും ചെയ്തില്ലല്ലോ. അപ്പോൾ കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയന്റെ ഘടകകക്ഷിയായിട്ടുള്ള കോൺഗ്രസ്, ആ കോൺഗ്രസിനെതിരെ ഒരു നടപടി ഉണ്ടാവില്ല. മാത്രമല്ല, ഇതിനേക്കാൾ വലിയ കൊള്ളയും അഴിമതിയും നടത്തിയിരിക്കുന്ന പിണറായി വിജയൻ അതിനുള്ള ധാർമ്മിക അവകാശവും. അതുകൊണ്ട് കള്ളനും അനിയൻ ബാബ ചേട്ടൻ ബാബ കളിച്ചുകൊണ്ട് ഇവിടെ കേരളത്തെ കൊള്ളയടിക്കുമ്പോൾ കേരള സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും സംസ്ഥാന പോലീസിന്റെ ഭാഗത്തു നിന്നും നിയമ നടപടികളിലേക്ക് പോകും എന്നും, അങ്ങനെ പോയാൽ തന്നെ അത് ആത്മാർത്ഥമാണ് എന്ന് വിശ്വസിക്കാൻ യാതൊരു പഴുതുമില്ല. പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ആത്മഹത്യാ പ്രേരണ കുറ്റമാണ്. അല്ലാതെ അവർ വേറെ സാമ്പത്തിക ക്രമക്കേടിൽ ഉൾപ്പെട്ടതായിട്ട് പ്രത്യേകിച്ചൊരു വിവരവും പോലീസ് രേഖപ്പെടുത്തിയതായിട്ട് എൻ്റെ അറിവിലില്ല. അപ്പോൾ ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം വലിയൊരു ഗുരുതരമായ ജാമ്യം കിട്ടാത്ത കുറ്റമല്ല. പക്ഷേ അവരിപ്പോൾ ഒളിവിൽ പോയിരിക്കുകയാണ്, അവരെന്തോ ഭയപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം, KPCC ഇക്കാര്യത്തിൽ, പ്രത്യേകിച്ചും K. സുധാകരൻ ഇക്കാര്യത്തിൽ ഒരു മൃദുവായ സമീപനമാണ് ഇവരോട് സ്വീകരിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും അത്? വെറും അഴിമതി മറച്ചുവെക്കാൻ വേണ്ടി മാത്രമാണോ? അല്ല, ഇത് അഴിമതി മറച്ചുവെക്കുക എന്നുള്ളതിനെ ഉപരി പാർട്ടിയുടെ നിലനിൽപ്പാണ്. ഇപ്പോൾ സഹകരണ മേഖലകളിലേക്ക് ഇപ്പോൾ കേന്ദ്രത്തിൽ വരാൻ പോകുന്ന പുതിയ ഒരു നീക്കം, ഒരു നിർദ്ദേശം ഞാൻ കേട്ടത് ഇതാണ്: 20 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ഇടപാടുകൾക്കെല്ലാം GST അടയ്ക്കണം, കണക്ക് കൃത്യമായി കാണിക്കണം എന്ന്. ഇതൊന്നും കാണിക്കാതെ, യാതൊരു ഓഡിറ്റിങ്ങും GSTയും സംവിധാനങ്ങളും ഇല്ലാതെ സഹകരണ ബാങ്കുകളിൽ പണം പൂഴ്ത്തിവെച്ച് കള്ളക്കളികൾ നടത്തുന്നതിൽ UDFും LDFും ഒരേ തൂവൽ പക്ഷികളാണ്, പരസ്പരം സഹായ സഹകരണ സംഘങ്ങളുമാണ്. അതുകൊണ്ട് ഇവർക്കറിയാം, കേവലം ഒരു ആത്മഹത്യാ പ്രേരണ മാത്രമല്ല, ഈ ആത്മഹത്യാ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന കണക്കുകളുടെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിൽ അന്വേഷണം നടന്നാൽ തൊണ്ടി സഹിതം, തെളിവ് സഹിതം ഇവരെയൊക്കെ പൊക്കും. അതുകൊണ്ട് കോഴി കട്ടവന്റെ തലയിൽ പപ്പിരിക്കുന്നത് കൊണ്ടാണ് ഇവർ ഓടി ഒളിച്ചതും ഒളിവിൽ പോയതും. അപ്പോൾ അത് തന്നെ ഇവർ ചെയ്ത തെറ്റിന്റെ പ്രകടമായ തെളിവാണ്. ഇനി അതല്ലെങ്കിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അഖിലേന്ത്യാ സംസ്ഥാന നേതൃത്വങ്ങളോ ജില്ലാ നേതൃത്വമോ പരസ്യമായി രംഗത്ത് വന്ന് ഞങ്ങൾക്ക് ഇതിൽ പങ്കില്ല, ധൈര്യമുണ്ടെങ്കിൽ തെളിയിക്കൂ, ഏത് അന്വേഷണത്തെ നേരിടാൻ തയ്യാറാണ്, ഇത് അറസ്റ്റ് ചെയ്തോളൂ എന്ന് പറയണ്ടേ? അങ്ങനെ അറസ്റ്റിന് കൈനീട്ടിക്കൊടുത്ത് മഹാത്മാഗാന്ധിയുടെ പേരിൽ മുദ്രാവാക്യം വിളിക്കുന്ന പാർട്ടിയല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ കൈ പൊള്ളിയിരിക്കുന്നു, ഇവർ കുറ്റക്കാരാണ്, കരി പുരണ്ടിരിക്കുന്നു എന്നുള്ളത് സുവ്യക്തമാണ്. തീർച്ചയായിട്ടും നമുക്ക് എന്തായാലും ഈ വിഷയത്തിൽ
ഈ നേതാക്കളുടെ അറസ്റ്റ് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് ഭാവി തീരുമാനിക്കേണ്ട അല്ലെങ്കിൽ കണ്ടറിയേണ്ട കാര്യമാണ്. സംസ്ഥാന സർക്കാർ അതിന് മുതിരുമോ എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകും. പ്രതികളെന്ന് ആരോപിക്കപ്പെടുന്നവർ നിയമത്തിൻ്റെ മുന്നിൽ എത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കാം. എന്തായാലും വയനാട്ടെ നിലവിലെ എം പിയും മുൻ എം പിയും ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒന്ന് പ്രതികരിക്കണം എന്നാണ് നമുക്കും പറയാനുള്ളത്. നന്ദി.